തന്നെ വിമർശിച്ച SFI നേതാക്കൾക്ക് കവിതയിലൂടെ മറുപടിയുമായി മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവർ എന്നാണ് വിമർശനം. യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്ന പേരിലാണ് കലാകൗമുദി വാരികയിൽ കവിത. SFIയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതിനെ പറ്റിയാണ് താൻ പറഞ്ഞത് എന്നതാണ് ജി സുധാകരന്റെ പ്രതികരണം. കവിതയെ സമീപിക്കുന്നത് സൂക്ഷിച്ചു വേണം. സാധാരണ പത്ര റിപ്പോർട്ട് എഴുതുന്ന പോലെ ഒരാൾ എഴുതുന്ന കവിതയെപ്പറ്റി പെട്ടെന്ന് നമ്മൾ ഉപരിപ്ലവമായി എഴുതാൻ ശ്രമിച്ചാൽ അത് കവിതയോട് ചെയ്യുന്ന അനീതിയാണ്. അങ്ങനെ ദീർഘകാലം 10-20 വർഷക്കാലം നടന്ന് ഉപാസിച്ച ഈ പ്രസ്ഥാനത്തിനകത്ത് പ്രത്യയശാസ്ത്രപരമായി നമ്മുടെ നയങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവരും ആശയം വെച്ച് പുലർത്തുന്നവരും കുറച്ച് പേർ കടന്നു കയറി അവർ കാണിക്കുന്ന അതിക്രമങ്ങളാണ് ആ കവിതയ്ക്കകത്തുള്ളത്. അപ്പോൾ SFIക്ക് എതിരല്ലെന്ന് മാത്രമല്ല, SFIയുടെ പാരമ്പര്യത്തെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടാണ്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായുണ്ട്. മനീഷ്, ഒരു SFI നേതൃത്വവുമായൊരു ഉരസൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അതിലൊക്കെ ചില പ്രതികരണങ്ങൾ ജി സുധാകരൻ 24നോടും ടെലിഫോണിലൂടെ നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഈ കവിതയെക്കുറിച്ചുള്ള ജി സുധാകരന്റെ വിമർശനം എന്താണ്? അതിൽ ഉണ്ടായിട്ടുള്ള ചില തെറ്റായ പ്രവണതകൾക്കെതിരെയുള്ള വിമർശനം എന്നതാണോ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്? അനുജ, SFIയുടെ പ്രഥമ അധ്യക്ഷനാണ് ജി സുധാകരൻ. ജി സുധാകരൻ ആദ്യമായിട്ടാണ് അദ്ദേഹം പലതരത്തിലുള്ള കവിതകൾ പാർട്ടിക്കുള്ളിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും പാർട്ടിയെ വിമർശിക്കുന്ന തരത്തിലുള്ള പല കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണത് SFIക്ക് ഒരു പരോക്ഷ വിമർശനമല്ല, നേരിട്ടുള്ള വിമർശനമാണ്. താൻ ഉപാസിച്ചു വന്ന ഒരു പ്രസ്ഥാനത്തിനുണ്ടായ ചില കേടുപാടുകളെ സംബന്ധിച്ചാണ് അദ്ദേഹം ഈ കവിതയിൽ പങ്കുവെക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ SFIക്കെതിരെ, ആ പ്രസ്ഥാനത്തിനെതിരെയല്ല, SFIയുടെ നേതൃത്വത്തിനെതിരെ, അതിലുണ്ടായ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. ഒപ്പം തന്നെ അതിലുള്ള അരാജകവാദികൾക്കെതിരെയാണ് തന്റെ കവിത എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ കാലയളവിലടക്കം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ, കേന്ദ്ര കമ്മിറ്റി അംഗം A അക്ഷയ് അടക്കമുള്ള ആളുകൾ ജി സുധാകരനെ എതിരെ രംഗത്തെത്തിയിരുന്നു. ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സുധാകരന്റെ പരാമർശത്തിലായിരുന്നു വിമർശനം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള നേതാവ് കേന്ദ്ര കമ്മിറ്റി A അക്ഷയുടെ വിമർശനം മർക്കട മുഷ്ടി ചുരുട്ടി തനിക്ക് ശേഷം മറ്റാരും വേണ്ട എന്ന് പറയുന്ന നേതാവിന് മുൻപിൽ സമർപ്പിക്കുന്നു. അതായത് SFIയുടെ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ പ്രസിഡന്റ് ശിവപ്രസാദ് ആലപ്പുഴ ജില്ലക്കാരനാണ്. അതുകൊണ്ട് തന്നെ പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ നിന്നും മറ്റൊരാൾ ഉയർന്നു വരാൻ പാടില്ല എന്ന മർക്കട മുഷ്ടി ചുരുട്ടിയ നേതാവിന് മുൻപിൽ സമർപ്പിക്കുന്നു എന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജി സുധാകരനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് SFI നേതാവ് ഇട്ടിരുന്നു. അതിനൊക്കെ തന്നെയുള്ള രൂക്ഷമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിന്റെ ക്രിയാത്മകമായ കവിതയിലൂടെ അദ്ദേഹം പ്രതിപാദിക്കുകയാണ്. അദ്ദേഹം അതിൽ പറയുന്നത് SFIയുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, അതിനെ അദ്ദേഹം മറിച്ചൊരു വാചകത്തിലൂടെ അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവരാണ്. കുന്തവും കുടച്ചക്രവും വ്യൂഹവും ഇവർ നയിക്കുന്നു. ദുഷ്പ്രഭുക്കൾ വാഴുന്ന കാലമാണ്. ഈ കവിതയുടെ പേര് തന്നെ യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്നാണ് കവിതയുടെ പേര്. നമുക്കറിയാം, ഭരണഘടനയെ വിമർശിച്ച മന്ത്രിയാണ്. അതിൽ ഹൈക്കോടതിയിലടക്കം വിമർശനം നേരിട്ട് ഇപ്പോഴും ആ കേസ് നടക്കുകയാണ് മന്ത്രി സജി ചെറിയാനെതിരെ. അതുകൊണ്ട് ഈ കവിതയുടെ പേര് യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്ന തലക്കെട്ടോടുകൂടി മന്ത്രിക്ക് കൂടി വിമർശനമാണ്. അങ്ങനെ കുന്തവും കുടച്ചക്ര വ്യൂഹവും ഉള്ള ആളുകളാണ് ഇവരെ നയിക്കുന്നത്. അതായത് ജില്ലയിലെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ, ജില്ലയിലെ മന്ത്രി, ജില്ലയുടെ ചുമതലക്കാരനെതിരെ കൂടിയുള്ള വിമർശനമുണ്ട്. അങ്ങനെ പുന്നപ്ര വയലാർ നായകർ പോലും ക്ഷമിക്കില്ല ഈ രീതിയിലുള്ള വിമർശനം. അതായത് ജി ഭുവനേശ്വരൻ ജി സുധാകരന്റെ അനുജനാണ്. അദ്ദേഹം രക്തസാക്ഷിയാണ്. രക്തസാക്ഷി കുടുംബത്തെ ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ പാർട്ടി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഇവർക്കെതിരെ കൃത്യമായ താക്കീത് കൂടി നൽകണം. അതുകൊണ്ട് തന്റെ വിമർശനം SFI എന്ന പ്രസ്ഥാനത്തിനെതിരെയല്ല, SFIയിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തിനെതിരെയാണെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയത്. അനുജ.